ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിഷൻ SSC ആൻഡ് RRB. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിനാക്കിളിൻ്റെ ജനറൽ അവയർനെസ്സിൻ്റെ PYQs ആണ്. നമ്മൾ 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ ക്വസ്റ്റ്യൻസ് ആണ്. കാണാത്തവർ കാണുക. അപ്പോൾ സെയിം ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമുക്കൊരു ബോറിങ് വരും. അപ്പോൾ ഇന്ന് നമ്മൾ പൊളിറ്റിയുടെ ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നേക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഡ്യൂറിങ് ദി ഫ്രെയിമിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഹെൽഡ് എ ടോട്ടൽ ഓഫ് 11 സെഷൻസ് വിത്ത് സിറ്റിംഗ് സ്പ്രെഡ് ഓവർ ഫോർ ഹൗ മെനി ഡേയ്സ്? 165 ആണ് ആൻസർ വരുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തെടുക്കുന്നത് ഏകദേശം 3 വർഷം എടുത്തിട്ടാണ്. അതായത് 2 വർഷം 11 മാസം 18 ദിവസം എടുത്താണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി 11 സെഷൻസ് നടത്തിയിട്ടുണ്ട്. അത് എത്ര ദിവസം എടുത്തിട്ടാണ് ഈ 11 സെഷൻസ് നടത്തിയെന്നാണ് ചോദിക്കുന്നത്. 165 ഡേയ്സ് എടുത്തിട്ടാണ്. അതിൽ 114 ഡേയ്സ് എന്താണ് ഫോക്കസ്ഡ് ഓൺ ഡിസ്കസിങ് ദി ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിൽ തന്നെ ഫസ്റ്റ് ഇത് നടക്കുന്നത് ഡിസംബർ 6, 1946 ഫസ്റ്റ് സെഷൻ നടക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ഡാഷ്. എന്തായിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ സിസ്റ്റം. വേറൊരു രാജ്യത്തെയും ആശ്രയിക്കുന്നില്ല. ഇന്ത്യ സ്വന്തമായിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു കൺട്രിയെയും ആശ്രയിക്കുന്നില്ല. അതായത് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ സിസ്റ്റം. ഒരു കാര്യം പറയാൻ, ഈ പൊളിറ്റി പഠിക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ പഠിക്കണം. അറ്റവും മൂലയും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. കറക്റ്റായിട്ട് പഠിക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം PYQ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യം ഏതെങ്കിലും ഒരു ചാനലിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂട്യൂബിൻ്റെ മാരത്തോൺ ക്ലാസ് കാണാം. മാരത്തോൺ ക്ലാസ് വെച്ചാൽ 4 to 5 hours നമ്മൾ ഈ ക്ലാസ് തീർക്കുന്ന അങ്ങനെ മാരത്തോൺ ക്ലാസ് കണ്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ട് വേണം PYQs ചെയ്യാൻ. അല്ലെങ്കിൽ പൊളിറ്റി മനസ്സിലാവില്ല. പൊളിറ്റി, ഹിസ്റ്ററി പോലുള്ള വിഷയങ്ങൾ ആദ്യം മാരത്തോൺ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം PYQs ചെയ്യുക. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ: who among the following while praising the amending feature of the Indian Constitution said that this variety in the amending process is wise but is rarely found? ആരാണ്? KG വെയർ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഒരുപാട് പേര് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ മെയിനായിട്ടുള്ള പോയിൻറ്റ്സുകൾ പഠിച്ചു വയ്ക്കുക. ഇത് കണക്കത് ഞാൻ വേറൊരു ക്ലാസ്സിനകത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ദെൻ അപ്പം അത് തന്നെ ഈ KG വെയർ തന്നെയാണ് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ക്വാസി ഫെഡറൽ എന്ന് പറയുന്നത്. ആരാണ്? ഈ KG വെയർ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന മറ്റു പേഴ്സണാലിറ്റീസ് ഇതിൻ്റെ വേറെ ഓപ്ഷൻസ് ആയിരുന്നു. അതും കൂടെ നോക്കി വെക്കുക. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മളിപ്പം മറ്റ് ഓപ്ഷൻസ് ഒന്നും കാണേണ്ട കാര്യം പോലുമില്ല. ഡുവൽ സിറ്റിസൺഷിപ്പ് ഇന്ത്യയുടെ ഒരു ഫീച്ചർ അല്ല. അത് ആർക്കും അറിയാം. നമ്മളിപ്പം ടോപ്പിക്ക് പഠിച്ചില്ലെങ്കിൽ പോലും നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ഡുവൽ സിറ്റിസൺഷിപ്പ് നമ്മുടെ ഇന്ത്യക്ക് അല്ല. നമ്മുടെ ഇന്ത്യക്കുള്ള ഇന്ത്യൻസിന് ആകെ ഒരേ ഒരു സിറ്റിസൺഷിപ്പ് മാത്രമേ ഉള്ളൂ. സിംഗിൾ സിറ്റിസൺഷിപ്പ് മാത്രമേ ഉള്ളൂ. നമ്മൾ വേറൊരു സ്ഥലത്ത് ചെന്ന് സിറ്റിസൺഷിപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മളുടെ സിറ്റിസൺഷിപ്പ് ഓൾറെഡി അത് എന്ത് ചെയ്യും? അത് കട്ടായി പോവും. നമുക്ക് അങ്ങനെ 2 സിറ്റിസൺഷിപ്പ് കീപ്പ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഇത് നമുക്ക് മറ്റ് ഓപ്ഷൻസ് കണ്ടില്ലെങ്കിൽ പോലും ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ ഡാഷ് ആൻഡ് ഈസ് സെലിബ്രേറ്റഡ് ആസ് റിപ്പബ്ലിക് ഡേ. ഇത് ഏത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അത് എന്തുകൊണ്ടാണ് ആ രണ്ടാമത്തെ സെലിബ്രേറ്റഡ് ആസ് റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സിലബസ് ഒന്നും കവർ ചെയ്യേണ്ട, പഠിക്കാത്തവർക്ക് പോലും എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. January 26, 1950.
അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോഴ്സിൽ വരുന്നത് പ്രാബല്യത്തിൽ വരുന്നത് ജനുവരി 26, 1950 അത് ഓർത്ത് വയ്ക്കാം. അതുപോലെ തന്നെ കുറച്ച് ഇയേഴ്സ് നമ്മളിപ്പം എല്ലാ ഇയേഴ്സും പഠിച്ച് പോകുമ്പോൾ നമുക്ക് വീഡിയോ ലോങ് ആയി പോവും, നമ്മുടെ സിലബസിൽ നിന്ന് വിട്ടുപോകും. അതുകൊണ്ട് ഞാനിപ്പോൾ കറക്റ്റ് പോയിൻറ്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. താഴെ കിടക്കുന്ന കീ ഫാക്ട്സും കൂടെ പഠിക്കുക. താങ്ക് യു ഫോർ